ചെന്നീർക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ 17 വയസ്സുള്ള ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. ആദ്യം ഈ വിഷയത്തിൽ പ്രതികരിച്ചതും ഡിവൈഎഫ്ഐ തന്നെയാണ്. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഇന്നും ഈ പത്രസമ്മേളനം നടക്കുന്ന വേളയിലും ചെന്നീർക്കര പഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടക്കുകയാണ്. കാരണം ഇതിൽ ആരോപണ വിധേയമായ പാസ്റ്ററിനെ ഒളിപ്പിച്ചതാരാണ്? ചെന്നീർക്കര പഞ്ചായത്ത് പ്രസിഡന്റാണ്. പാസ്റ്ററിനെ ആരും കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തിരക്കിയപ്പോൾ ചെന്നീർക്കര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിനകത്താണ് പാസ്റ്റർ ഇരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നിലപാട്, അത്തരത്തിലൊരു കേന്ദ്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നെങ്കിൽ കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. 3 പേരെ അറസ്റ്റ് ചെയ്തു, ഇനിയും ആളുകളുണ്ടെങ്കിൽ കൊണ്ടുവരണം. പക്ഷെ അതിന്റെ പേരിൽ ചെന്നീർക്കരയിൽ നടന്നൊരു സംഭവത്തിന്റെ പേരിൽ ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് ഇന്നലെ സംഘപരിവാർ ഈ ആരാധനാലയം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആരാധനാലയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് ആരാധനയുടെ ഭാഗമായിട്ട് ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് അവരെ ഈ പീഡനത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടികളുടെ പരാതിയിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. നിലവിൽ ഇത് അന്വേഷിക്കേണ്ട പോലീസാണ്. പോലീസ് അന്വേഷിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു കൂട്ടം ആളുകൾ കയറി ചെന്ന്, അതും ആരാധന നടക്കുന്നേ. ഇപ്പം പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. BJP തീരുമാനിച്ച എന്താണ്? അത് അടച്ചുപൂട്ടാൻ വേണ്ടിയാണ്. എന്നാൽ നിയമപരമായിട്ടല്ലാതെ ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുക അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന നിലപാടിനോട് നമുക്ക് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയത്തില്ല. നിയമപരമായി എന്താണോ നടക്കുന്നത് അതിനെല്ലാം പൂർണ്ണ പിന്തുണ ഡിവൈഎഫ്ഐ ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ് അധികാര സ്ഥാനത്തിരിക്കുന്നത് നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? ഇത്രയും ആക്ഷേപമുണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു കൂട്ടം വനിതകളെ ആക്രമിക്കുന്ന രീതിയാണ് ഓമലൂർ കാണാൻ വേണ്ടി സാധിച്ചത്. അത് RSSന്റെ അജണ്ടയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ്. അവർക്ക് ഭരണം ഉണ്ടായതുകൊണ്ട് അവരുടെ സംഘടനയുടെ അജണ്ട ഒരുപക്ഷെ ഈ പറയുന്ന തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടാണ് മാറേണ്ടത്. അതിനു പകരം ഇതിന്റെ മറകിൽ ഈ പറയുന്ന അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയത്തില്ല. ചെന്നീർക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ 17 വയസ്സുള്ള ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. ആദ്യം ഈ വിഷയത്തിൽ പ്രതികരിച്ചതും ഡിവൈഎഫ്ഐ തന്നെയാണ്. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഇന്നും ഈ പത്രസമ്മേളനം നടക്കുന്ന വേളയിലും ചെന്നീർക്കര പഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടക്കുകയാണ്. കാരണം ഇതിൽ ആരോപണ വിധേയമായ പാസ്റ്ററിനെ ഒളിപ്പിച്ചതാരാണ്? ചെന്നീർക്കര പഞ്ചായത്ത് പ്രസിഡന്റാണ്. പാസ്റ്ററിനെ ആരും കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തിരക്കിയപ്പോൾ ചെന്നീർക്കര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിനകത്താണ് പാസ്റ്റർ ഇരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നിലപാട്, അത്തരത്തിലൊരു കേന്ദ്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നെങ്കിൽ കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. 3 പേരെ അറസ്റ്റ് ചെയ്തു, ഇനിയും ആളുകളുണ്ടെങ്കിൽ കൊണ്ടുവരണം. പക്ഷെ അതിന്റെ പേരിൽ ചെന്നീർക്കരയിൽ നടന്നൊരു സംഭവത്തിന്റെ പേരിൽ ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് ഇന്നലെ സംഘപരിവാർ ഈ ആരാധനാലയം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആരാധനാലയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് ആരാധനയുടെ ഭാഗമായിട്ട് ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് അവരെ ഈ പീഡനത്തിന് വിധേയമാക്കുന്നു